ഗുഡ് മോർണിംഗ്. നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റിങ്ങിലെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഒറിജിനാണ്. അതായത് ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇൻ ഇന്ത്യയിൽ ദ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹാസ് ഗെയിൻ മൊമെൻറ്റം അമോങ് ദ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ് ഇൻ ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എക്സെട്ര ഈസ് ഗിവിംഗ് എ വേ ഓഫ് മാർക്കറ്റ് ഫോഴ്സ്. ഇന്ത്യയിൽ ഈ അടുത്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ മീനിങ് ആണ്, സിഗ്നിഫിക്കൻസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇനി അതിൻ്റെ മീനിങ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിലെ അതിൻ്റെ ആളുകളുടെ ഒരു അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ഇവാലുവേഷനാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ് ആൻഡ് ഫങ്ഷൻസ്. മാനേജ്മെൻറ്റ് പ്രോസസ്സും മാനേജ്മെൻറ്റ് ഫങ്ഷൻസും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നതുകൊണ്ട് പറയുന്നത്. ഇത് കുറേ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതിൽ ഒരു ചെറിയ ഡെഫിനിഷൻ ഞാൻ പറയാം. അക്കോർഡിംഗ് ടു J.G. Tokey, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹാസ് ബീൻ ഡിഫൈൻ ആസ് എ കോംപ്രഹെൻസീവ് ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓർ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ കോംപ്രഹെൻസീവ് ക്രിട്ടിക്കൽ റിവ്യൂ. ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ആണ് ഓൾ ആസ്പെക്ട്സ് ഓർ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ആസ്പെക്ട്സും എല്ലാ പ്രോസസ്സും നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു J.G. Tokey. അതാണ് അതിൻ്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ ന്യൂ ഏരിയയാണ്. നോട്ട് പ്രിസ്ക്രൈബ് ബൈ ലോ. അത് കമ്പൾസറി ആയിട്ട് നിയമപ്രകാരം പറയുന്നില്ലെങ്കിലും, കമ്പൾസറി അല്ല എങ്കിലും ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, മാനേജ്മെൻറ്റ് ഓഡിറ്റിന് പറയാം. സോ ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. Okay, the government institute may conduct management audit for ascertaining the efficiency of the sick industrial unit. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സിക്ക് കേസിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അല്ലെങ്കിൽ ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഏത് പബ്ലിക് അണ്ടർടേക്കിങ്സോ എന്തോ ആയിക്കോട്ടെ, അത് നശിച്ചു പോകുന്ന രീതിയിലുള്ളതായിട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് എന്ത് നടത്താം, മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്താം. കാരണം അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Thus, it is management audit എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അനാലിസിസ്, റിവ്യൂ, സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്, ഇറ്റ്സ് റിപ്പോർട്ട് എക്സെട്ര. അതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹാസ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ്, to ensure the most efficient form of the operations essential for smooth running in business. ഒരു സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷൻസ് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് ഓഡിറ്റ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷൻസ് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യണമെങ്കിൽ. ഇനി രണ്ടാമത് പറയുന്നു, to assist all levels of management in the effective discharge of their duties and responsibilities. ഒരു മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവൽസിലും അവരുടെ എഫിഷ്യൻ്റായിട്ട് അല്ല എഫക്റ്റീവായിട്ട് അവരുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ടു ഐഡൻറ്റിഫൈ ദ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ടു എൻഷുർ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് അവൈലബിൾ ഫിസിക്കൽ ഫെസിലിറ്റീസ്. അതായത് ഒരു സ്ഥാപനത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് മാക്സിമം ഒപ്റ്റിമൽ ലെവലിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ദ നെക്സ്റ്റ്, ടു സജസ്റ്റ് ഇംപ്രൂവ്ഡ് ആൻഡ് ബെറ്റർ മെത്തേഡ്സ് ഓഫ് മാനേജീരിയൽ ഓപ്പറേഷൻസ്. അതായത് ഇംപ്രൂവ് ആയിട്ടുള്ള ബെറ്റർ മെത്തേഡ്, അതായത് നമുക്ക് പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ പുതിയ മെത്തേഡുകളൊക്കെ മാനേജീരിയൽ ഓപ്പറേഷൻസിന് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത്, ടു പിൻ പോയിൻറ്റ് ദ ഡെഫിഷ്യൻസീസ് ആൻഡ് ഡിഫക്ട്സ് ഇൻ ഫങ്ഷണൽ ഏരിയ സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഫോർ ബെറ്റർ പെർഫോമൻസ്. അതായത് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ, ഫങ്ഷണൽ ഏരിയാസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസോ എന്തെങ്കിലും ഡിഫക്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹെൽപ്ഫുള്ളാണ്.
Then next, to review the method used in managerial service and suggest remedies for improvement. അതായത് മാനേജീരിയൽ സർവീസിൽ എന്തെങ്കിലും റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും എന്തെങ്കിലും റെമഡീസ് ഇമ്പ്രൂവ്മെൻറ്റിന് എന്തെങ്കിലും റെമഡീസ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ്, ടു റിവ്യൂ ദ മാനേജീരിയൽ സർവീസ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂ നടത്താം. നെക്സ്റ്റ്, ടു സീ ദാറ്റ് എൻ്റർപ്രൈസ് ഈസ് സക്സസ്ഫുൾ ഇൻ അഡോപ്റ്റിംഗ് ഇറ്റ്സെൽഫ് ടു ദ ടെക്നോളജിക്കൽ ചേഞ്ചസ്. അതായത് എൻ്റർപ്രൈസ് സക്സസ്ഫുൾ ആണ്, അതായത് ടെക്നോളജിക്കൽ ചേഞ്ചസിൽ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ എൻ്റർപ്രൈസിന് സക്സസ്ഫുൾ ആണോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. Then next, to anticipate problems and suggest remedies to solve them in time. അതായത് പ്രോബ്ലംസ് സജസ്റ്റ് ചെയ്യുക, അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, അതിന് എന്തെങ്കിലും റെമഡീസ് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ നമുക്ക് ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റിലൂടെ സാധിക്കും. Then next, to see that return on capital employed is satisfactory and help to improve profitability. നമുക്ക് പ്രോഫിറ്റബിളായിട്ടും സാറ്റിസ്ഫാക്ടറി ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. A comparison between actual performance and targeted can be made through management audit. ഒരു കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. And overall performance of various managers can be reviewed through management audit. മാനേജ്മെൻറ്റ് ഓഡിറ്റിലൂടെ നമുക്കൊരു ഓവറോൾ പെർഫോമൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു വോളണ്ടറി നേച്ചറാണ്. അതായത് മാനേജ്മെൻറ്റ് ഡിറ്റർമിൻസ് ഇറ്റ് സ്കോപ്പ്, നേച്ചർ ആൻഡ് ടേംസ് ഓഫ് സച്ച് ഓഡിറ്റ്. അതിൻ്റെ സ്കോപ്പും നേച്ചറും കാര്യങ്ങളൊക്കെ ഓഡിറ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ നടത്തുന്നു. ദ നെക്സ്റ്റ്, നോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആർ റിക്വയർഡ് ഫോർ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് പ്രത്യേകമായ രീതിയിലുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇറ്റ് ഈസ് പെർഫോംഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഓർ ഇറ്റ് മേ ബി ഓൺ കണ്ടിന്യൂസ് ബേസിസ്. ഒരു സ്പെസിഫിക് പർപ്പസിനും അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ബേസിസിലാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് മാനേജീരിയൽ പോളിസീസ്, ഡിസിഷൻസ് ആൻഡ് പ്ലാൻസ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഒരു മാനേജീരിയൽ പോളിസീസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. The next, management auditor makes recommendations and suggestions for improvement at all levels of management to increase managerial efficiency. മാനേജീരിയൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് എല്ലാ റെക്കമെൻഡേഷൻസും എല്ലാ സജഷൻസും ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ദ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ലുക്സ് ബിയോണ്ട് ദ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. അക്കൗണ്ടിങ് മാറ്ററിലും ഫിനാൻഷ്യൽ മാറ്ററിലും മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. The approach of management audit is objective and constructive. Next, the emergence of management audit is from the limitations of financial audit. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ള കൺസെപ്റ്റ് വന്നത് തന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻ ആണ്. ദ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ഹാസ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റർ ഒരു സബ്മിറ്റ് ചെയ്യണം എന്ത് റിപ്പോർട്ട് മാനേജ്മെൻറ്റിന്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, നമുക്ക് അധികം എടുക്കാനില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി വീഡിയോ ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ ഇടാം.